വാർഷികാഘോഷ പരിപാടികൾ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനായി വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിന്റെ പ്രിയപ്പെട്ട നിയമസഭാ സാമാജികൻ അഡ്വക്കേറ്റ് വി കെ പ്രശാന്ത് അവരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. യൂണിക്സ് അക്കാഡമിയുടെ ഈ 30ാമത് വാർഷികാഘോഷ പരിപാടിയുടെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് ആർ സതീഷ് കുമാർ, അദ്ദേഹം ഞാൻ മേയറായിരിക്കുമ്പോൾ നഗരാസൂത്രണ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു. ആദരിക്കൽ ചടങ്ങ് നടത്തുന്ന ഡോക്ടർ ഷാജി പാലങ്ങാടൻ, ശ്രീ കല്യാൺ ഖന്ന സിനി ആർട്ടിസ്റ്റ്, ശ്രീ ജെ വിനയകുമാർ പ്രസിഡന്റ് ടാസ്മ, ശ്രീ ലോകനാഥൻ ഡി വൈസ് പ്രസിഡന്റ് ടാസ്മ, റവറൻഡ് സിസ്റ്റർ ഡോക്ടർ ജോർജീന SH പ്രിൻസിപ്പാൾ സെന്റ് മേരീസ് സ്കൂൾ പാപ്പനംകോട്, വിശ്വദീപ്തി സ്കൂളിന്റെ പ്രിൻസിപ്പാൾ ശ്രീമതി രജനി, ഡയറക്ടർ ബുക്ക് മാർട്ടർ ശ്രീ അനീഷ്, പ്രിയപ്പെട്ട നമ്മുടെ ഡെയ്സിയമ്മ, നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായിട്ടുള്ള ക്ലാരൻസ് പി, മറ്റ് രക്ഷകർത്താക്കളെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള യൂണിക്സ് അക്കാഡമി IT സ്കൂളിന്റെ 30ാമത് വാർഷികാഘോഷമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇന്നാണെങ്കിൽ ഒരുപാട് ചടങ്ങുകളിൽ സംബന്ധിക്കാമെന്ന ഏറ്റവും ഒരു ദിവസം കൂടിയാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ ഫാദർ കടന്നു വരികയാണ്. ഫാദറിനെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മളെ സംബന്ധിച്ച് വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ അവരുടെ പഠനത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംസ്കാരമാണ് കേരളത്തിലാകെ ഉള്ളത്. 1-2 മക്കളായിരിക്കും ഒരു വീട്ടിലുണ്ടാവുക. അവരെത്രത്തോളം പഠിക്കാൻ ആഗ്രഹിക്കുന്നുവോ അത്രത്തോളം അച്ഛനും അമ്മയും അവരെ പഠിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള പരിശ്രമം നടത്തുന്ന നാടാണ് നമ്മുടെ കൊച്ചു കേരളം. ഒരുപക്ഷെ മക്കൾ അത്രയും മനസ്സിലാക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പൊ എൻ്റെ പ്രായത്തിൽ പോലും പഠിക്കാൻ കഴിവുണ്ടെങ്കിലും വീട്ടിലെ സാഹചര്യം കൊണ്ട് പഠിത്തം മതിയാക്കേണ്ടി വന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്നിപ്പോ വീട്ടിലെ സാഹചര്യം മോശമാണെങ്കിലും പഠിക്കാൻ കഴിവുണ്ടെങ്കിൽ അച്ഛനും അമ്മയും കടം വാങ്ങി പഠിപ്പിക്കും. അങ്ങനെ ഒരു തലമുറ മാറ്റം വന്നിരിക്കുകയാണ്. ആ തലമുറ മാറ്റത്തിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് പത്രങ്ങളും മറ്റുമൊക്കെ തുറക്കുമ്പോൾ ഇന്നിപ്പോ ഓരോ വാർത്തകൾ കാണുകയാണ്, അല്ലേ? ചുറ്റികയും മറ്റൊക്കെ ഇപ്പൊ ആയുധങ്ങളാണ്. അപ്പൊ നമ്മുടെ വീടുകളിലെ കുട്ടികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇത്തരം കാര്യങ്ങളിലേക്ക് മനസ്സ് മാറിപ്പോകുന്നുണ്ടോ എന്നുള്ളത് അച്ഛനും അമ്മമാരും ഗൗരവമായിട്ട് ആലോചിക്കണം. ജീവിതം വളരെ വേഗത്തിൽ മുന്നോട്ട് പോവുകയാണല്ലോ. അച്ഛനും സമയമില്ല, അമ്മയ്ക്കും സമയമില്ല, കുട്ടിക്ക് അതിനെക്കാട്ടി സമയമില്ല. അപ്പോ തുറന്നു പറച്ചിലുകളും വർത്തമാനങ്ങളും കുടുംബത്തിൽ കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് ഇത്തരം അക്രമ സംഭവങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് അല്പസമയം ഒന്നിച്ചിരിക്കാനും വർത്തമാനം പറയാനും കുട്ടികളുടെ പ്രയാസങ്ങൾ കേൾക്കാനും ഒക്കെ കഴിയുന്ന ഒരു സാഹചര്യം വീട്ടിനകത്ത് ഉണ്ടാക്കാൻ നമ്മൾ പ്രത്യേകം പരിശ്രമിക്കണം. 2, കളിക്കാനുള്ള അവസരം കൂടി അവർക്ക് ഒരുക്കി കൊടുക്കണം. നമ്മൾ ഞാൻ നേരത്തെ പഠനത്തിന് ഓവർ പ്രാധാന്യമായിപ്പോയി ഇപ്പോൾ. അപ്പോൾ കളിക്കാനുള്ള അവസരവും നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെയാണ് അവരുടെ ശ്രദ്ധയെ മാറ്റേണ്ടത്. ഇപ്പോൾ മൊബൈൽ ഫോണും മറ്റ് സംഗതികളും ഒക്കെ കുട്ടികളുടെ മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ട്. കാരണം അവർ കാണുന്നതാണ്, അച്ഛനും അമ്മയും അത് നോക്കിക്കൊണ്ടിരിക്കുന്നത്, അപ്പോൾ മക്കളും അത് നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മാതാപിതാക്കളെ മിമിക് ചെയ്യുകയാണ് മക്കൾ, അല്ലേ? സ്വാഭാവികമായിട്ട് അങ്ങനെയായിരിക്കും ഉണ്ടാവുക. അപ്പൊ മക്കളെ അതിൽ നിന്നും, ആ അഡിക്ഷനിൽ നിന്നും മാറ്റാൻ ആവശ്യമായിട്ടുള്ള വർത്തമാനത്തിനുള്ള അവസരം, കളിക്കാനുള്ള അവസരം, ഇതുപോലുള്ള അല്ലേ ഒരുപാട് പൊതുസ്ഥലങ്ങളിലേക്കും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കൊക്കെ അവരെയൊക്കെ കൊണ്ടുപോകൽ, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതൊക്കെ ചെയ്യാൻ വേണ്ടി കൂടി പഠിത്തത്തോടൊപ്പം നമ്മുടെ അച്ഛനും അമ്മയും തയ്യാറാകണം എന്നുള്ളതാണ് എനിക്ക് ഈ സമയത്ത് അഭ്യർത്ഥിക്കാനുള്ള ഒരു കാര്യം. എന്തായാലും യൂണിക്സ് അക്കാഡമി നിരവധി കുരുന്നുകൾക്ക് നല്ല വിദ്യാഭ്യാസം നടത്തി മുന്നോട്ട് പോകുന്നു എന്നുള്ളത് അങ്ങേയറ്റം സന്തോഷമുള്ളൊരു കാര്യമാണ്. ശ്രീ ക്ലാരൻസിന്റെ ഡെഡിക്കേഷൻ, അദ്ദേഹം പ്രസംഗികനല്ല എന്ന് പറഞ്ഞു, പക്ഷെ ഇത്രയും ആളുകളെയൊക്കെ സംഘടിപ്പിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അതിന് പ്രത്യേകമായിട്ടൊരു അഭിനന്ദനം ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ശരിക്കും കാര്യങ്ങൾ പറയാനുള്ളൊരു അവസരമാണ്. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ ഇന്ന് 11 മണിക്ക് നമ്മുടെ നഗരസഭയുടെ പുതിയ അംഗത്തിന്റെ സത്യപ്രതിജ്ഞ, നമ്മുടെ സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനം, എൻ്റെ മണ്ഡലത്തിലാണെങ്കിൽ ജോബ് സ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു പദ്ധതിയുടെ ഉദ്ഘാടനം ഐസക്സ് മുൻ മിനിസ്റ്റർ നിർവഹിക്കുകയാണ്. അപ്പോൾ അവിടെ എല്ലാം എത്തിച്ചേരേണ്ടതുള്ളത് കൊണ്ട് മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ ഇന്നിവിടെ ആദരവിന് അർഹരായിട്ടുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും അധ്യാപകർക്കും ഒക്കെ തന്നെ ഞാൻ എൻ്റെ ആശംസകൾ അറിയിച്ചുകൊണ്ട് യൂണിക്സ് അക്കാഡമിയുടെ 30ാമത് വാർഷികാഘോഷ പരിപാടികൾ
നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ച് വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ഏറ്റവും മനോഹരമായ വാക്കുകളിലൂടെ കേരളത്തിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ഒരു പൊൻതൂവൽ സൃഷ്ടിച്ച യുണിക്സ് അക്കാദമിയുടെ 30ാമത് വാർഷികാഘോഷ പരിപാടികൾ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത പ്രിയങ്കരനായ MLA അഡ്വക്കേറ്റ് VK പ്രശാന്ത് അവർക്ക് ഒരായിരം നന്ദി യുണിക്സ് അക്കാദമിയുടെ പേരിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ഈ മഹനീയ സാന്നിധ്യത്തിന് യുണിക്സ് അക്കാദമിയുടെ ഒരു ആദരവ് നൽകുന്നു. അത് ഏറ്റുവാങ്ങാനായി ഏറെ സ്നേഹത്തോടെ MLA ക്ഷണിക്കുന്നു. ആദരവ് നൽകുന്നത് യുണിക്സ് അക്കാദമിയുടെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ ക്ലാരൻസും അദ്ദേഹത്തിന്റെ സഹധർമ്മിണി ശ്രീമതി സിജി ക്ലാരൻസും ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു.